ഇന്നത്തെ ലോകത്തിൽ ഉം, എന്തോ ഒന്ന് ശരിയല്ല, ഉം. എന്തോ നഷ്ടപ്പെട്ടതുപോലെ. അങ്ങനെ നിങ്ങൾക്ക് തോന്നാറുണ്ടോ? ചുറ്റുമൊന്നും നോക്കിയാൽ ഈ മാനസികാരോഗ്യ പ്രശ്നങ്ങളൊക്കെ കൂടുന്നു, പിന്നെ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നിന്നും അതുപോലെ പ്രകൃതിയിൽ നിന്നൊക്കെ ഒരു അകൽച്ച. ഇതിൻ്റെ എല്ലാം ഇടയ്ക്ക് എങ്ങനെയാണ് ഒരു സംതൃപ്തി, ഒരു അർത്ഥം കണ്ടെത്തുക? ശരിയാണ്. അത് പലരും നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ്. അതെ. അപ്പോൾ നിങ്ങൾ ഈയിടെ പങ്കുവെച്ച ഇയാൻ മെഗ്ഗിൽക്രിസ്റ്റിന്റെ ഒരു യൂട്യൂബ് അഭിമുഖം, അതിനെ അടിസ്ഥാനമാക്കി നമുക്കിതൊന്ന് ആഴത്തിലൊന്ന് നോക്കിയാലോ? ഈ ആധുനിക ലോകം നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും എന്താ പറയുക, അർത്ഥപൂർണമായ ജീവിതത്തിന് എന്താണ് വേണ്ടത് എന്നതിനെക്കുറിച്ചുമൊക്കെയുള്ള അദ്ദേഹത്തിന്റെ ചിന്തകൾ അതൊന്ന് പരിശോധിക്കാം. തീർച്ചയായും. മഗ്ഗിൽക്രിസ്റ്റ് പ്രധാനമായും ഊന്നൽ നൽകുന്നത് ആധുനികതയുടെ ഒരു പ്രധാന പ്രശ്നത്തിലാണ്. അതായത് ഈ ഏകീകരണം, യൂണിഫോമിറ്റി എന്ന് പറയില്ലേ, പിന്നെ സന്ദർഭങ്ങളെ ഒട്ടും പരിഗണിക്കാത്തൊരു രീതി, ഡീകോണ്ടെക്സ്റ്റുവലൈസേഷൻ. ഓഹോ. അതെങ്ങനെയാണ്? അതായത് ലോകം മുഴുവൻ ഒരേ അച്ചിൽ വാർത്ത പോലെ ആക്കാനുള്ള ശ്രമം. പ്രാദേശികമായ കാര്യങ്ങൾ, അവിടുത്തെ പ്രത്യേകതകൾ, ബന്ധങ്ങൾ അതൊക്കെ ഇല്ലാതാവുന്നു. ശരി ശരി. അപ്പോ കാര്യങ്ങളെല്ലാം എവിടെയോ ഇരിക്കുന്ന കുറച്ചുപേർ തീരുമാനിക്കുന്നു. ആ പ്രാദേശികമായ അറിവും കഴിവും ഒക്കെ നഷ്ടപ്പെടുന്നു. അതാണ് അദ്ദേഹം പറയുന്ന ഒരു പ്രധാന പ്രശ്നം. അപ്പോൾ ഈ എന്താ പറയുക, അസംതൃപ്തി, ആളുകൾക്ക് ജീവിതത്തിലൊരു ഉറപ്പില്ലായ്മ, സന്തോഷമില്ലായ്മ, ഇതിനൊക്കെ കാരണം ഇതാണെന്നാണോ അദ്ദേഹം കരുതുന്നത്? ഒരു പ്രധാന കാരണം ഇതാണ്. അദ്ദേഹം 3 അടിസ്ഥാനപരമായ ആവശ്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ജീവിതത്തിന് അർത്ഥം കിട്ടാൻ വേണ്ട ഒരു തരം, നമുക്ക് ജീവകങ്ങൾ എന്നൊക്കെ പറയില്ലേ, അതുപോലെയുള്ള കാര്യങ്ങൾ. എന്തൊക്കെയാണത്? 1, സുരക്ഷിതവും സ്ഥിരവുമായ ഒരു സമൂഹത്തിലെ അംഗത്വം, ബിലോങ്ങിങ് എന്ന് പറയും. നമ്മൾ എവിടെയെങ്കിലും ബിലോങ് ചെയ്യുന്നുവെന്ന് തോന്നൽ. ശരി. പരസ്പരം അറിയുന്ന, വിശ്വസിക്കുന്ന ഒരു പൊതുവായ മൂല്യങ്ങളൊക്കെ ഉള്ള ഒരിടം. അതാണ് ഒന്നാമത്തേത്. ഓക്കെ. രണ്ടാമത്തേതോ? പ്രകൃതിയുടെ ആ ഒരു വലിപ്പത്തിനു മുന്നിൽ നമ്മൾ എത്ര ചെറുതാണെന്നുള്ളൊരു തിരിച്ചറിവ്. അത് നമ്മളെ കുറച്ചുകൂടി വിനയമുള്ളവരാക്കും. അദ്ദേഹം അതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ശരിയാണ്. അപ്പോ സമൂഹമായി, പ്രകൃതിയായി. ഇനി മൂന്നാമതൊന്നുണ്ടല്ലോ, അത് കുറച്ചുകൂടി എന്താ പറയാ, ആന്തരികമാണോ? ഒരു തരത്തിൽ അതെ. മൂന്നാമത്തത് ഭൗതികമായ കാര്യങ്ങൾക്കപ്പുറം ഒരു ദൈവികമായ അംശം, അല്ലെങ്കിൽ അതിനോടടുത്ത എന്തെങ്കിലും ഒന്നുമായുള്ള ബന്ധം, ഒരു റിലേഷൻഷിപ്പ് വിത്ത് ദ ഡിവൈൻ അല്ലെങ്കിൽ ട്രാൻസെൻഡന്റ് എന്നൊക്കെ പറയാം. അതായത് ഈ ലോകം വെറും കുറേ വസ്തുക്കൾ മാത്രമല്ല, അതിനപ്പുറം എന്തോ വിലപ്പെട്ട ഒന്ന് ഉണ്ട് എന്നൊരു തോന്നൽ. നമ്മുടെ ഉള്ളിലുള്ള ആ മൂല്യങ്ങളെ സംരക്ഷിക്കാൻ ഈ ഒരു തലം ആവശ്യമാണെന്ന് അദ്ദേഹം കരുതുന്നു. ഇത് നമ്മളിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കുക? ഇത് നമ്മളിൽ കൂടുതൽ വിനയവും പിന്നെ അനുകമ്പയും വളർത്താൻ സഹായിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഇന്നത്തെ ലോകം, ഈ മുതലാളിത്തം, സോഷ്യൽ മീഡിയ, ഇതൊക്കെ നമ്മളെ പരസ്പരം മത്സരിപ്പിക്കുകയല്ലേ? ശരിയാണ്. ഒരു തരം ധ്രുവീകരണമുണ്ടാക്കുന്നു. അപ്പോൾ ഈ ഒരു വലിയ യാഥാർത്ഥ്യത്തെ ഓർക്കുന്നത് നല്ലതാണ്. മതപരമായ ചടങ്ങുകൾക്കൊക്കെ അതിൻ്റെതായ കുറവുകളുണ്ടെങ്കിലും ഈ ഒരു ഓർമ്മപ്പെടുത്തൽ നടത്താൻ സാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. അപ്പോ ഈ പ്രശ്നങ്ങളെല്ലാം നമ്മുടെ ചിന്താരീതിയുമായിട്ട് ആ ഒരു തലത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ? അദ്ദേഹം ഈ ഇടതുവലത് മസ്തിഷ്കത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ, അതെന്താണ് സംഭവം? കൃത്യമായി അതാണ് കാതലായ വിഷയം. പ്രശ്നം അവിടെയാണ് തുടങ്ങുന്നത്. ലോകത്തെ ഇങ്ങനെ വേർതിരിച്ച് വിശകലനം ചെയ്ത് അളന്ന് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നൊരു രീതിയുണ്ടല്ലോ, അതാണ് ഇടത് മസ്തിഷ്കത്തിന്റെ രീതി. അതിനാണ് നമ്മളിന്ന് അമിതമായ പ്രാധാന്യം കൊടുക്കുന്നത്. എന്നാൽ ലോകത്തെ അതിന്റെ പൂർണ്ണതയിൽ, ബന്ധങ്ങളിൽ ആഴത്തിൽ മനസ്സിലാക്കാൻ കഴിവുള്ള നമ്മുടെ ജ്ഞാനം, ഇൻറ്റ്യൂഷനൊക്കെ വരുന്ന വലത് മസ്തിഷ്കത്തെ നമ്മൾ അവഗണിക്കുന്നു. ഓഹോ. ഈ ഇടത് മസ്തിഷ്കത്തിന്റെ ആധിപത്യമാണ് പ്രകൃതിയെ വെറും റിസോഴ്സായിട്ടും മനുഷ്യരെ പരസ്പരം മത്സരിക്കുന്നവരായിട്ടുമൊക്കെ കാണാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ഐൻസ്റ്റീൻ പറഞ്ഞ പോലെയാണോ, ഒരു പ്രശ്നമുണ്ടാക്കി അതേ ചിന്ത വെച്ച് അത് പരിഹരിക്കാൻ പറ്റില്ലെന്ന്? അതേ ലോജിക്. അതുകൊണ്ട് കൂടുതൽ ടെക്നോളജി കൊണ്ടുവന്നതുകൊണ്ടോ വലിയ സിസ്റ്റങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ടോ മാത്രം ഈ പ്രതിസന്ധി മറികടക്കാൻ പറ്റില്ല. കാരണം അതും ഒരു പക്ഷേ ഈ ഇടത് മസ്തിഷ്കത്തിന്റെ രീതിയെ കൂടുതൽ ശക്തമാക്കുകയുള്ളൂ. ശരിയാണ് ശരിയാണ്. അപ്പോൾ പിന്നെന്താണ് പരിഹാരം? എവിടെ തുടങ്ങണം നമ്മൾ? വലിയ സിസ്റ്റങ്ങളിലല്ലെങ്കിൽ പിന്നെ? അതാണ് പരിഹാരം തുടങ്ങേണ്ടത് ഒരു പക്ഷേ നമ്മളിൽ നിന്ന് തന്നെയാണ്. നമ്മുടെ വീടുകളിൽ നിന്ന്, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള സമൂഹത്തിൽ നിന്ന്. ലോകത്തിലെ എല്ലാ പ്രശ്നവും നമ്മൾ ഒറ്റയ്ക്ക് പരിഹരിക്കാൻ നോക്കുന്നതിന് പകരം നമുക്ക് സാധ്യമാവുന്ന രീതിയിൽ ഏറ്റവും നല്ലൊരു ജീവിതം നയിക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ ഏറ്റവും പ്രധാനം
ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നതായിരിക്കാം. അല്ലെങ്കിൽ ചില രീതിയിൽ ചിന്തിക്കാതിരിക്കുക. ചെയ്യാതിരിക്കുകയോ? അതെങ്ങനെ? അതായത്, നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് ഒരു ഫലവും കിട്ടുന്നില്ലെങ്കിൽ, ഒരുപക്ഷെ അതൊന്ന് നിർത്തി കുറച്ചുനേരം ശാന്തമായി ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ പുതിയ വഴികൾ തനിയെ തെളിഞ്ഞുവരും. ആ, ക്രിയേറ്റിവിറ്റിയൊക്കെ അങ്ങനെയാണ് ഉണ്ടാവുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പോഴുള്ള ചിന്തകളെ നേരെ തലതിരിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുക. കൊള്ളാം. അതായത് വലിയ മാറ്റങ്ങൾ, വിപ്ലവങ്ങൾ എന്നൊക്കെ പറയുന്നതിന് പകരം നമ്മുടെ തൊട്ടടുത്തുള്ള കാര്യങ്ങളിൽ, നമ്മുടെ ചിന്തകളിൽ മാറ്റം വരുത്താൻ ശ്രമിക്കുക. മഗ്ഗിൾ ക്രിസ്റ്റ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിലൂടെ ശ്രമിക്കുന്നതും ഒരു തരത്തിൽ ഇതുതന്നെയല്ലേ? ഈ യുക്തി, ഭാഷ, അതായത് ഇടതു മസ്തിഷ്കത്തിന്റെ ടൂൾസ് ഉപയോഗിച്ച് തന്നെ ആളുകളെ വലതു മസ്തിഷ്കത്തിന്റെ ആ വലിയ കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നത്. അതെ അതെ, കൃത്യമായി അതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പ്രാദേശികമായ പ്രവർത്തനങ്ങൾക്ക്, ലോക്കൽ മൂവ്മെന്റ്സിന് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നത്. ആളുകൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ ചെന്ന് അവരെ കൂടെ കൂട്ടാൻ ശ്രമിക്കണം. ശരി. ഇത് എല്ലാ പ്രശ്നത്തിനുമുള്ള ഒരു ഒറ്റമൂലിയൊന്നും അല്ല കേട്ടോ, തീർച്ചയായും അല്ല. പക്ഷേ കൂടുതൽ ശാന്തവും അർത്ഥപൂർണവുമായ ഒരു ഭാവിക്കു വേണ്ടിയുള്ള യാത്രയിലെ ഒരു ഒഴിവാക്കാനാവാത്ത സ്റ്റെപ്പാണത്. ലക്ഷ്യം ഇടതു മസ്തിഷ്കത്തെ ഒഴിവാക്കുക എന്നല്ലല്ലോ. അയിലെയല്ല, മറിച്ച് വലതു മസ്തിഷ്കത്തിന്റെ ആ ജ്ഞാനത്തിന് അതിന്റെ സ്ഥാനവും പ്രാധാന്യവും തിരികെ നൽകി രണ്ടിനെയും ഒരു സന്തുലിതാവസ്ഥയിൽ കൊണ്ടുപോവുക എന്നതാണ്. അപ്പോ ചുരുക്കത്തിൽ മഗ്ഗിൾ ക്രിസ്റ്റിന്റെ ചിന്തകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, യഥാർത്ഥത്തിൽ ഒരു അർത്ഥവും സന്തോഷവും കണ്ടെത്തണമെങ്കിൽ നമ്മൾ നമ്മുടെ വേരുകളിലേക്ക്, അതായത് നമ്മുടെ സമൂഹം, പ്രകൃതി, ഒരുപക്ഷെ അതിനപ്പുറമുള്ള ആ ഒരു തലം, ഇവയുമായുള്ള ബന്ധം വീണ്ടെടുക്കേണ്ടതുണ്ട് എന്നാണ്, അല്ലേ? അതെ. ലോകത്തെ വെറും വേറിട്ട് നിൽക്കുന്ന കഷണങ്ങളായി കാണാതെ അതിന്റെ ആ ഒരു സങ്കീർണമായ ഭംഗിയെ, പരസ്പര ബന്ധങ്ങളെ തിരിച്ചറിയുന്നൊരു കാഴ്ചപ്പാട്, അത് വളർത്തിയെടുക്കണം. ഈ ചിന്തകളൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് പുതിയ ഒരു ദിശാബോധം നൽകിയിട്ടുണ്ടാവാം എന്ന് കരുതുന്നു. ഒരു കാര്യം നമുക്ക് സ്വയം ചോദിച്ചു നോക്കാവുന്നതാണ്. നമ്മുടെ ഇപ്പോഴത്തെ ജീവിതത്തിൽ, സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു കാര്യം അല്പമൊന്ന് ചെയ്യാതിരിക്കാൻ, അല്ലെങ്കിൽ ഒന്ന് വ്യത്യസ്തമായി ചിന്തിക്കാൻ സാധിക്കുമോ? അങ്ങനെ മാറി ചിന്തിച്ചാൽ ഒരുപക്ഷേ തുറന്നു വന്നേക്കാവുന്ന പുതിയ സാധ്യതകൾ അതൊക്കെ എന്തായിരിക്കാം?